ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റസ് ആൻഡ് റോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതും ഇത്തിരി വലിയ ചാപ്റ്റർ എങ്കിലും സിമ്പിൾ ചാപ്റ്റർ, കുറച്ചുകൂടി വേഗം മനസ്സിലാവുന്ന ചാപ്റ്റർ. നമുക്ക് നോക്കാം. അപ്പം എന്താണ് സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ എ പേഴ്സൺ. ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ ഒരാൾക്ക് എന്ത് സ്ഥാനമുണ്ട് എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അവരുടെ ഏജ് വെച്ചിട്ടോ, ജെൻഡർ വെച്ചിട്ടോ, ക്ലാസ് വെച്ചിട്ടോ, അയാളുടെ ജോലി വെച്ചിട്ടോ, അയാൾ പഠിച്ച അയാളുടെ പഠനം, അതായത് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ സ്റ്റേറ്റസിനെ പറയാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിക്ക് പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റസ് കിട്ടാറുണ്ട്. അയാളൊരു മകളാണ്, അല്ലെങ്കിൽ അയാൾ ഒരു സോഷ്യൽ വർക്കറാണ്, അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ മെമ്പറാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ മെമ്പറാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതെല്ലാം എന്താണ്, ഓരോ കൈൻഡ് ഓഫ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് സ്റ്റേറ്റസാണ്. ഇങ്ങനെ ഒരാൾക്ക് പല സ്റ്റേറ്റസുകളുണ്ടാവാം. ഇപ്പോൾ ഞാനൊരു മകളാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ എനിക്ക് പല സ്റ്റേറ്റസ് ഉണ്ട്. എനിക്കുള്ള പല സ്റ്റേറ്റസുകളെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റസ് സെറ്റ്. സ്റ്റേറ്റസ് സെറ്റ് പിന്നീട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ലിൻഡൻ എന്താ പറയുന്നത് നോക്കാം. ലിൻഡൻ പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. നമുക്കൊരു പൊസിഷൻ കിട്ടി, നിങ്ങളൊരു മകളാണ് എന്ന് നിങ്ങളുടെ സ്റ്റേറ്റസാണ്. ഈ സ്റ്റേറ്റസ് നിങ്ങൾ മകളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് കുറച്ച് റൈറ്റ്സും നിങ്ങൾക്ക് കുറച്ച് ഡ്യൂട്ടീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിൻ്റെ കളക്ഷനെയാണ് സ്റ്റേറ്റസ് എന്ന് വിളിക്കുന്നത് എന്നാണ് ലിൻഡൻ പറയുന്നത്. ഇനി നമുക്കൊരു സ്റ്റേറ്റസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് അല്ലേ. നിങ്ങൾ മകൾ എന്ന സ്റ്റേറ്റസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു മകൾ എന്ന രീതിയിൽ പെരുമാറേണ്ടതുണ്ട്. അപ്പോൾ വയസ്സായ അച്ഛനമ്മയെ നോക്കേണ്ടത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ ഒരു നല്ല മകൾ എന്ന നിലയ്ക്ക് അച്ഛനമ്മയും പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേറ്റസിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അതിനെയാണ് സോഷ്യൽ റോളുകൾ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് റോൾ റെപ്രസെൻറ്റ്സ് എ ഡൈനാമിക് ആസ്പെക്ട് ഓഫ് സ്റ്റേറ്റസ്. ഒരു സ്റ്റേറ്റസിൻ്റെ ഡൈനാമിക് ആസ്പെക്റ്റിനെയാണ് റോൾ എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റസും റോളും എടുത്ത് പ്രത്യേകം പഠിക്കാനുണ്ട്. ആദ്യം സ്റ്റേറ്റസ് ആണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോൾ പ്ലേ. സ്റ്റേറ്റസ് ഒക്കുപ്പൈഡ് ആൻഡ് റോൾ പ്ലേ. സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റോളിൻ്റെ ആ ഒരു അനാലിസിസിനെയാണ് സ്റ്റേറ്റസ് എന്ന് വിളിക്കുന്നത്. സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സോഷ്യൽ റോളുകൾ തന്നെയാണ്. ഓക്കെ, ഇതാണ് ലിൻഡൻ്റെ ഐഡിയ. അപ്പം നെക്സ്റ്റ്, പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷനെയാണ് സ്റ്റേറ്റസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും വക്കീലായാലും ഒരു കടക്കാരനായാലും ബ്രാഹ്മണനായാലും ദളിതനായാലും ഹൈ ക്ലാസ്സിലുള്ള ആളായാലും ലോ ക്ലാസ് ആളായാലും എങ്ങനെയായാലും ഇതെല്ലാം എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റേറ്റസുകളാണ്. ഇനി സ്റ്റേറ്റസിനെ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, എൻ്റെ ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എവിടെ ജീവിക്കും, നമ്മളിപ്പോൾ ഒരു പോഷ് ഏരിയയിലോ അല്ലെങ്കിൽ വെരി അർബൻ ഏരിയയിൽ താമസിക്കുക. അപ്പോൾ നമ്മൾ എവിടെ താമസിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ജോലി എന്താണെന്നുള്ള നമ്മുടെ സ്റ്റേറ്റസ് കാണിക്കും. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റസ് കാണിക്കും. എന്നിട്ട് നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റസിനെ കാണിക്കുന്നു. നമ്മൾ ഏത് കൈൻഡ് ഓഫ് സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്, നമ്മുടെ സ്റ്റേറ്റസുകളെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ സോഷ്യൽ കാറ്റഗറൈസേഷനെ സിംബലൈസ് ചെയ്യുന്ന മാറ്റേഴ്സാണ്. ഈ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് എന്ത് വരുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റകളായ ആളുകളെ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പം ഹൈ ക്ലാസ്, ലോ ക്ലാസ്, അല്ലെങ്കിൽ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ ക്ലാസിഫിക്കേഷൻ ഇതെല്ലാം എന്താണ്, സ്ട്രാറ്റകളായി അറേഞ്ച് ചെയ്യുന്നു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കാണിക്കുന്നു. അപ്പം ഇവിടെ എന്താ, സ്ട്രാറ്റുകളാകുമ്പോഴത്തേക്കും ആളുകളെ ഹയറാർക്കിയിൽ, അതായത് ആ ഒരു ഓർഡറിങ്ങിൽ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് ശരിക്കും സ്റ്റേറ്റസിൻ്റെ ആ ഒരു മെയിൻ, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അവിടെ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും. സ്റ്റേറ്റസ് അറേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്റ്റീജ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു റാങ്കിങ് ഉണ്ടാവും. അതനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് റിവാർഡ് കിട്ടും. ഇപ്പം ഹൈ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക അംഗീകാരം സൊസൈറ്റി കിട്ടും, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് ഒരു പ്രത്യേക അംഗീകാരം, അവർക്ക് മാത്രം ജോലി കൊടുത്തിരുന്ന സമയമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പോൾ എന്താണ്, അവർക്ക് അതിൻ്റെതായ ഒരു റിവാർഡ് കിട്ടും നിങ്ങൾ ഹൈ ക്ലാസ്സിലാണെങ്കിൽ. അപ്പോൾ എന്താണ്, നിങ്ങളുടെ സ്റ്റേറ്റസ് നിങ്ങളുടെ റിവാർഡിനെ, നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡിനെ, നിങ്ങളുടെ പ്രസ്റ്റീജിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവിഷൻ ഓഫ് ലേബറിനെ കാണിക്കുന്നു. മാക്സ് വെബർ പറയുന്നതനുസരിച്ച് സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ
പോസിറ്റീവ് or നെഗറ്റീവ് സോഷ്യൽ എസ്റ്റിമേഷൻ ഓഫ് ഓണർ. നമ്മുടെ ഓണർ, നമുക്ക് കിട്ടുന്ന പ്രസ്റ്റീജ്, ഓണറിൻ്റെ എന്താണ് നെഗറ്റീവോ പോസിറ്റീവായ ഒരു എസ്റ്റിമേഷനെയാണ് ശരിക്കും എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റേറ്റസ് എന്ന് വിളിക്കുന്നത് എന്നാണ് വെബർ പറയുന്നത്. അതായത് നിങ്ങൾ ഹൈ ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഓണർ ഉണ്ടാവും, ലോ ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഓണർ കുറവായിരിക്കും. അങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്, അതൊരു സ്റ്റൈൽ ഓഫ് ലൈഫ്, നിങ്ങളുടെ ജീവിത രീതിയാണ് നിങ്ങളുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ സിംപ്ലൈസ് ചെയ്യാം, നിങ്ങളുടെ ഹൗസ്, നിങ്ങളുടെ ഹൗസിങ്, നിങ്ങളുടെ വീട് എങ്ങനത്തെയാ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനത്തെയാണ്, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ്, നിങ്ങളുടെ സംസാര രീതി എന്താണ്, നിങ്ങളുടെ തൊഴിൽ എന്താണ്, ഇതെല്ലാം നിങ്ങളുടെ സ്റ്റേറ്റസിനെ കാണിക്കും. നിങ്ങളിപ്പോൾ ഒരു നല്ല ലക്ഷറി കാർ ഉള്ള ആളാണ്, വലിയൊരു നല്ല പോഷ് ഏരിയ താമസിക്കുന്ന ആളാണ്, അപ്പോൾ ഇതെല്ലാം എന്താണ് നിങ്ങളുടെ ഹൈ സ്റ്റേറ്റസ്, നിങ്ങൾ ആ ഹൈ സ്റ്റേറ്റസ് ഉള്ള ആളാണ് എന്ന് നമുക്ക് ആ ഒരു വിസിബിൾ ആണ്, നമുക്കത് കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ടൊക്കെ ഇൻകം ആൻഡ് വെൽത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റസ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ വെബർ പറഞ്ഞത് ക്ലാസ് ആൻഡ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ഫാക്ടറാണ്, ഇത് ഓവർലാപ്പ് ചെയ്യും. ഇപ്പം ഹൈ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ വെൽത്ത് ഉള്ള ആൾ മാത്രമേ സ്റ്റേറ്റസ് ഉണ്ടാകൂ എന്നില്ല. നമ്മൾ പറഞ്ഞു ക്ലാസ് എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റസിനെ കാണിക്കുന്നു. പക്ഷേ ഹൈ ക്ലാസ്സിലുള്ള ആൾക്ക് മാത്രമല്ലല്ലോ സ്റ്റേറ്റസ് ഉള്ളത്. നിങ്ങൾക്ക് ഇൻകം കുറവാണ് അല്ലെങ്കിൽ വെൽത്ത് കുറവാണ് എന്ന് കരുതി നിങ്ങൾക്ക് സ്റ്റേറ്റസ് ഉണ്ടാകാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തുണ്ടാകുന്നുണ്ട്, നിങ്ങളൊരു പർട്ടിക്കുലർ സ്റ്റേറ്റസിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുന്നുണ്ട്. ഇനി സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, അതെപ്പോഴും ഒരു ഹയറാർക്കിയൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ഒരു ഓർഡറിങ് ആയിരിക്കും. അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വാല്യൂ ചെയ്യപ്പെടാം. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാകും, പ്രിവിലേജ് ഉണ്ടാകാം, പ്രിവിലേജ് ഇല്ലാതിരിക്കാം. അതായത് പ്രിവിലേജ്ഡ് ആയിരിക്കാം, ഡിസ്പ്രിവിലേജ് ആയിട്ട്. നിങ്ങളൊരു ബ്രാഹ്മണാണ്, അപ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അതൊരു ഹൈ ക്ലാസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഓണർ ഉണ്ടാകും, നിങ്ങൾക്ക് അതിൻ്റെതായ പർട്ടിക്കുലർ ജോബ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നിങ്ങൾ ദളിതനാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിവിലേജ് കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ജോബ് ചാൻസസ് കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൊസൈറ്റി കിട്ടുന്ന ഒരു അംഗീകാരം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണ്, പ്രിവിലേജ് ഉണ്ടാകുകയോ ഇല്ലാതിരിക്കുകയോ നിങ്ങളുടെ സ്റ്റേറ്റസ് അനുസരിച്ച് മാറാം. അതൊരു ഹയറാർക്കിയൽ അറേഞ്ച്മെന്റ് ആകും. അതുകൊണ്ട് വേറൊരു എക്സാമ്പിളാണ്, USA നിങ്ങളിപ്പോൾ ഒരു വൈറ്റ്സ് ആഫ്രിക്കൻ അമേരിക്കൻസിനെ എന്ത് ചെയ്യത്തില്ല, അത്ര പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. അങ്ങനെ ആയിരുന്നു. അവിടെ എന്താണ്, അവർക്ക് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർ എംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല, നിങ്ങൾ സ്കൂളിൽ എപ്പോഴും നിങ്ങളെ ആളുകൾ എന്ത് ചെയ്യും, വേർതിരിച്ച് കാണും, പബ്ലിക് പ്ലേസിൽ ബസ്സുകളിൽ ഇരിക്കാനുള്ളൊരു അവസരമില്ല നിങ്ങൾക്ക്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഓണർ അല്ലെങ്കിൽ പ്രസ്റ്റീജ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റസ് കാണിക്കുന്നത്. പക്ഷേ നോട്ട് അൺചേഞ്ചിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ചേഞ്ചിങ് എന്നാണ്. രണ്ട് നെഗറ്റീവ് ടേം അല്ലേ, നോട്ടും അണ്ണും എന്ന് പറഞ്ഞാൽ രണ്ട് നെഗറ്റീവാണ്, അപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. രണ്ട് നെഗറ്റീവ് ചേരുമ്പോൾ പോസിറ്റീവ് ആകുന്ന പോലെ. ഓക്കെ, ആ ഓണറും പ്രസ്റ്റീജും എന്താണ്, അൺചേഞ്ചിങ് അല്ല എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ പണ്ട് കാലത്ത് സ്ത്രീകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ വിമൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുക്കളയിലായിരിക്കണം, നിങ്ങൾക്ക് ചെയ്യേണ്ട റോളുകൾ ഇങ്ങനെയാണ്, നിങ്ങൾ കുട്ടികളെ മാത്രം നോക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്നെന്താണ്, സ്ത്രീകൾക്ക് അവർ ചെയ്യാത്ത ജോലികളില്ല, അവർ എന്തൊക്കെയാണ്, മെൻ ചെയ്യുന്ന എല്ലാ റോളും അവർ ഇന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, അന്നുണ്ടായിരുന്ന അവരുടെ ആ സ്റ്റേറ്റസ് ഇപ്പോൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ സ്റ്റേറ്റസും പ്രിവിലേജും ഒക്കെ എന്താണ്, ഇറ്റ്സ് ഓൾസോ ചേഞ്ചിങ്. ഇനി ലിൻറ്റൺ സ്റ്റേറ്റസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അസ്ക്രൈബ്ഡും അച്ചീവ്ഡും. അസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനനത്തോട് നിങ്ങൾക്ക് കിട്ടുന്ന റോളുകളെയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റസിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്, അസ്ക്രൈബ്ഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വിത്തൗട്ട് അല്ല, വിത്താണ്, വിത്ത് റെഫറൻസ് ടു വാട്ട് യുവർ ഇന്നേറ്റ് എബിലിറ്റീസ്. നിങ്ങളുടെ ജനനത്തോടു കൂടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്ത്രീ, അതൊരു നിങ്ങളുടെ സ്റ്റേറ്റസ് ആണ്. നിങ്ങളൊരു പുരുഷൻ, നിങ്ങളുടെ സ്റ്റേറ്റസ് ആണ്. നിങ്ങളുടെ ഏജ്, അതൊരു സ്റ്റേറ്റസ് ആണ്. നിങ്ങൾ ഏത് ഫാമിലി ജനിക്കുന്നത്, നിങ്ങളുടെ കിൻഷിപ്പ് ഏതാണ്, നിങ്ങളുടെ റേസ് എന്താണ്, നിങ്ങളുടെ ക്ലാസ് ഏതാണ്, ഇതെല്ലാം എന്താണ് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയി ജനിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബർത്തോടു കൂടി നമുക്ക് കിട്ടുന്നതാണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ക്ലാസ്സോ കാസ്റ്റോ എല്ലാം എന്താണ്, അസ്ക്രൈബ്ഡ് ആണ്. അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് അച്ചീവ്ഡ് എന്ന് വിളിക്കുന്നത്. അത് ലെഫ്റ്റ് ഓപ്പൺ ടു ബി ഫുൾഫിൽഡ് ത്രൂ കോമ്പറ്റീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ എഫേർട്ട്. നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിച്ച് വേണം നമ്മൾ നേടിയെടുക്കാൻ. നമ്മൾ ലോ ക്ലാസ്സിൽ ജനിച്ചു എന്ന് കരുതി ലോ ക്ലാസ്സായി മരിക്കണം എന്നില്ല. നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് നമുക്കൊരു നല്ല ജോലിയായി നമ്മൾ സമ്പാദിച്ച് എന്ത് ചെയ്യാം, ഹൈ ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടാം. അപ്പം നിങ്ങൾ ഹൈ ക്ലാസ്സായി മരിക്കുന്നു. അപ്പോൾ എന്താ അവിടെ ശരിക്കും സംഭവിക്കുന്നത്, നിങ്ങൾ ലോ ക്ലാസ്സിൽ നിന്ന് ഹൈ ക്ലാസ് എന്നുള്ള സ്റ്റേറ്റസ് നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുക. അവിടെ നിങ്ങളുടെ ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ ഇതെല്ലാം എന്താ, അച്ചീവ്ഡ് സ്റ്റേറ്റസിന് എക്സാമ്പിളാണ്. ഓക്കെ, പക്ഷേ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ അച്ചീവ്ഡും അസ്ക്രൈബ്ഡും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് അത്ര ഡിമാർക്കേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ സെപ്പറേഷൻ ലൈൻ അത്ര ക്ലിയർ അല്ല. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം
അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ബർത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞേ, ഇമ്മ്യൂട്ടബിൾ അല്ല, ദേ ആർ നോട്ട് ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അത് മാറാം, അത് മാറ്റം വരുന്നതിന് ചാൻസ് ഇല്ല. ഇപ്പം ഈ റീസൺ ആയിട്ട് നേരത്തെ പറഞ്ഞു തേർഡ് ജെൻഡർ ഉണ്ടാവുന്ന കാര്യം, നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ സെക്സ് എയ്തർ മെൻ ഓർ വിമൻ ആണെങ്കിലും നിങ്ങൾ ലേറ്റ് നിങ്ങളുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരു പുരുഷനായി ജനിച്ചു പക്ഷേ നിങ്ങൾക്ക് സ്ത്രീയായി ജീവിക്കാനാണ് ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ തേർഡ് ജെൻഡറിലേക്ക് ട്രാൻസാക്ഷൽ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു തേർഡ് ജെൻഡർ ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബർത്തിലൂടെ കിട്ടുന്ന അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് എന്ത് ചെയ്യാം, മാറ്റം ഉണ്ടാകാം. പുതിയൊരു സ്റ്റേറ്റസ് ആണ് അതുവഴി അറ്റൈൻ ചെയ്യുന്നത്. ഇനി വേറൊരു കൈൻഡ് ഓഫ് സ്റ്റേറ്റസ് ആണ് മാസ്റ്റർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ ഓൾ അതർ സ്റ്റേറ്റസിനെയും ഓവർ ഷാഡോ ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർ പവർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റസ് ആണ് മാസ്റ്റർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അതിനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ജെൻഡർ, റേസ്, കാസ്റ്റ് ഇതൊക്കെ മാസ്റ്റർ സ്റ്റേറ്റസുകളുടെ എക്സാമ്പിളാണ്. കാരണം സൊസൈറ്റിയെ ഹൈ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുവെച്ചാൽ ഹൈലി സ്ട്രാറ്റിഫൈ ചെയ്ത് നിർത്താൻ പറ്റുന്ന കൈൻഡ് ഓഫ് സ്റ്റേറ്റസുകളാണ് എന്ത്, മാസ്റ്റർ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ. പുരുഷൻ, സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹൈ കൈൻഡ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. റേസ്, നിങ്ങളുടെ കാസ്റ്റ്, ഇതെല്ലാം എന്താണ്, മാസ്റ്റർ സ്റ്റേറ്റസിന് എക്സാമ്പിളാണ്. അവിടെ നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ, നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. എങ്കിൽ അത്തരം കൈൻഡ് ഓഫ് സ്റ്റേറ്റസ് ആണ് മാസ്റ്റർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. സിമിലർലി അതേപോലെ തന്നെ മെന്റൽ അല്ലെങ്കിൽ മെന്റൽ ഓർ ഫിസിക്കൽ ഡിസബിലിറ്റി അതും ഒരു മാസ്റ്റർ സ്റ്റേറ്റസ് ആയിട്ട് മാറാം. കാരണം ആ ഒരു ഡിസബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെന്റൽ ഓർ ഫിസിക്കൽ ഡിസബിലിറ്റിയും ഒരു മാസ്റ്റർ സ്റ്റേറ്റസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഒരാൾക്ക് നേരത്തെ പറഞ്ഞതാണ്, ഒറ്റ സ്റ്റേറ്റസ് അല്ല, പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റസ് ഉണ്ടാവാറുണ്ട്. ഒരാൾക്ക് ഒരുപാട് സ്റ്റേറ്റസുകൾ ഉണ്ടാവാറുണ്ട്. അവരുടെ റോൾ അനുസരിച്ച് അവർക്ക് സ്റ്റേറ്റസുകൾ ഒരുപാട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് അനുസരിച്ച് ഇഷ്ടംപോലെ റോളുകൾ കിട്ടുന്നു. അതാണ് മൾട്ടിപ്പിൾ സ്റ്റേറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു മകളായിരിക്കും, അവളൊരു പെങ്ങളായിരിക്കും, അവളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും, അവളൊരു ടീച്ചറായിരിക്കും, അവളൊരു ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റേറ്റസിന് തന്നെ പല കൈൻഡ് ഓഫ് റോൾ കിട്ടും. അപ്പം മൾട്ടിപ്പിൾ സ്റ്റേറ്റസ് ഉണ്ടാകും. ഗിഡൻസ് ആൻഡ് സറ്റൻ പറയുന്നത് സോഷ്യലി ഡിഫൈൻഡ് എക്സ്പെക്ടേഷൻ ദാറ്റ് എ പേഴ്സൺ ഇൻ എ ഗിവൺ സ്റ്റേറ്റസ് ഫോളോസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റസ് കിട്ടിയാൽ ആ സ്റ്റേറ്റസിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു അതനുസരിച്ച് വരുന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു മകളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുമായി ഫോളോ ചെയ്യപ്പെടുന്ന സോഷ്യൽ എക്സ്പെക്ടേഷനുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ട്രാഫിക് കൺജഷൻ ഉണ്ടാവുക, അപ്പോൾ ഒരു ട്രാഫിക് പോലീസുകാരൻ എന്ത് ചെയ്യണം, അയാൾ ആ ട്രാഫിക് നേരെയാക്കി വിടേണ്ട ചുമതല അയാൾക്കുണ്ട്. അപ്പോൾ ട്രാഫിക് പോലീസ് എന്ന നിലയ്ക്ക് ആ ഒരു സ്റ്റേറ്റസ് കിട്ടുമ്പോൾ ഈ ഡ്യൂട്ടി കൂടി ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണ്. ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും അയാളിൽ നിന്ന് ജനങ്ങൾക്ക്. റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ റോളിൻ്റെ ഇവിടെ നോക്കിക്കോ, നിങ്ങൾ നോക്കിയത് റോൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, സോഷ്യൽ ഓർഡർ ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതായത് നമുക്കുണ്ടാകുന്ന ഇൻറ്ററാക്ഷനുകളിൽ നിന്ന് നമ്മൾ ആ പർട്ടിക്കുലർ സോഷ്യൽ ഓർഡർ എന്താണ് അല്ലെങ്കിൽ ആ റോളിൻ്റെ പ്രെഡിക്റ്റബിലിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ടെർണർ റോളിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇല്ലല്ലോ അപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ റോളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റസ് നിങ്ങൾക്ക് ഇടയിൽ എന്തുണ്ട്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റോളുകൾ ഉണ്ടാവും. മൾട്ടിപ്പിൾ സ്റ്റേറ്റസിന് ഒറ്റ സ്റ്റേറ്റസ് ആണെങ്കിൽ നിങ്ങൾക്ക് പല റോളുകൾ ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻഷിയേഷൻ പറഞ്ഞുതരാം. ഒരു റോളിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റേറ്റസും ഒരു സ്റ്റേറ്റസിൽ നിന്ന് ഡിഫറെൻറ്റ് റോളുകളും പറഞ്ഞുതരാം. നോക്കിയേ, അപ്പോൾ ടെർണർ പറയുന്നത് എന്താണ് റോൾ എന്ന് വെച്ചാൽ, ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്ലസ്റ്റർ, ഒരു കൂട്ടത്തിനെയാണ് നിങ്ങളുടെ റോള് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സോഷ്യൽ ബിഹേവിയറിനെ പഠിക്കാൻ, ഓർഗനൈസ് ചെയ്യാൻ റോളുകൾ സഹായിക്കും എന്നാണ് ടെർണർ പറയുന്നത്. ബാൻറ്റൺ എന്താ പറയുന്നത്, ബാൻറ്റൺ പറയുന്നത് റോൾ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. നമുക്ക് കിട്ടുന്ന റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, സ്റ്റേറ്റസിന് കൊടുത്ത ഡെഫിനിഷൻ പോലെ തന്നെയാണ്. റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെയാണ് നമ്മൾ റോൾ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് എന്നാണ് ബാൻറ്റൺ പറയുന്നത്. ഇനി ന്യൂകോംബ് റോളുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വൽ ബിഹേവിയർ എന്നും എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്നും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒരു റോൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം എന്താ, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ, ഇത് രണ്ടായിട്ടാണ് ന്യൂകോംബ് ക്ലാസിഫൈ ചെയ്തത്.
അപ്പം ഇനി എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു റോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ശരിക്കുള്ള ആക്ച്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെക്റ്റഡ് ബിഹേവിയറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ബാൻറ്റൺ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 3ആയിട്ടാ. റോൾ കോഗ്നിഷൻസ്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ഐഡിയ ഓഫ് വാട്ട് ഇസ് അപ്രോപ്രിയേറ്റ്, അതായത് എനിക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ശരിക്കും എന്താണ് എന്ന് എനിക്കറിയാം, അതാണ് റോൾ കോഗ്നിഷൻ. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിനെയാണ് നിങ്ങളുടെ റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നോമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പീപ്പിൾസ് ഐഡിയ അബൌട്ട് വാട്ട് ഹീ ഷുഡ് ഡു, അതായത് അയാൾ എന്ത് ചെയ്യും എന്നുള്ള അവരുടെ ഐഡിയകളെയാണ്, അവരുടെ പ്രതീക്ഷയല്ല, അവരുടെ ഐഡിയകളാണ് നിങ്ങളുടെ നോമുകൾ, നിങ്ങളെക്കുറിച്ചുള്ള നോമുകൾ. ഇപ്പോൾ ഒരു മകളെന്ന നിലയ്ക്ക് അച്ഛനെ ഇങ്ങനെ വയസ്സുകാലത്ത് നോക്കുന്നതാണ് ശരിക്കും നല്ലത് എന്നുള്ളത് എന്താണ്, ഒരു ഐഡിയയാണ്, അതൊരു നോമാണ്. പക്ഷെ വയസ്സുകാലത്ത് അവൾ അച്ഛനെ നോക്കുമായിരിക്കും എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രതീക്ഷയാണ്. ഇത് നിങ്ങൾ നോക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം അറിയാം, അതാണ് നിങ്ങളുടെ റോൾ കോഗ്നിഷൻ. ഇത്ര ഉള്ളേ. ഇനി റോൾ ലേണിംഗ് എപ്പോഴാണ്? റോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, ജനിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാരൻസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മുടെ റോളിൽ നിന്ന് മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, നമ്മുടെ റോൾ അനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ എന്തായിരിക്കണം എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഇത് നമ്മുടെ സ്വയം റോളിനെ പറ്റി മാത്രമല്ല, ഇപ്പം ഒരു അച്ഛനെന്ന് പറയുന്ന റോൾ എന്താണ്, അല്ലെങ്കിൽ അമ്മയെന്ന് പറയുന്ന റോൾ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് അവർ ശരിക്കും എന്താണ്, അവർ സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ ഫുൾ അവരുടെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ എന്താണ് ഒരു റോള് എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഇപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് റോൾ പ്ലേ ഗെയിമുകൾ വരുന്നത്. ഇപ്പോൾ ടീച്ചർ സ്റ്റുഡൻ്റ് ആയിട്ട്, ഡോക്ടർ പേഷ്യൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ പാരൻസ് ആയിട്ട്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾ റോൾ പ്ലേ ഗെയിമുകൾ കളിക്കും. കാരണം ആ കുഞ്ഞിലെ മുതലേ ഓരോരുത്തരുടെ റോളിനെ പറ്റി കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ആളുകളെ റോൾ മോഡൽ ആക്കാറുണ്ട്. കാര്യം എന്താ, ആ റോളുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതുപോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഒരു വ്യക്തിയെ റോൾ ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, റോൾ മോഡൽ ആവുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ക്യാരക്ടർ അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൻ്റെ റോൾ നിങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചു. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ശരിക്കും ഒരു റോളിൽ നിന്ന് മറ്റൊരു റോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം വീട്ടിൽ ഞാനൊരു മകളാണ്, സ്കൂളിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ കോളേജിൽ ഞാനൊരു ടീച്ചറാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേഷൻ ഉണ്ടാവും. നിങ്ങളുടെ റോളുകൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, റോൾ സ്വിച്ചിങ് നടക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നിങ്ങൾക്ക് പല റോളുകൾ പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങളൊരു ടീച്ചറാണ് എങ്കിൽ സ്റ്റുഡൻറ്റിന് നിങ്ങളൊരു ടീച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ മറ്റ് ടീച്ചേഴ്സിന് നിങ്ങളൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഒരു കൊളീഗാണ്. നിങ്ങളുടെ പ്രിൻസിപ്പളിന് നിങ്ങളൊരു സബോർഡിനേറ്റ് ആണ്. നിങ്ങളുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിന് നിങ്ങളൊരു മേലധികാരിയാണ്. ഇങ്ങനെ പല റോളുകൾ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ ഒരേ സമയം തന്നെ എന്ത് ചെയ്യേണ്ടി വരും, പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ റോളുകൾ എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റോള് പ്ലേ ചെയ്യാറുണ്ട്. നമ്മുടെ വർക്ക് സ്പേസിൽ എന്താണ്, ഒരു വർക്ക് സ്പേസിൽ നമുക്കൊരു ഫോർമൽ സെറ്റപ്പ് ആണ്, അവിടെ നിങ്ങൾക്ക് വേറൊരു റോളായിരിക്കും. നിങ്ങൾ വീട്ടിൽ വന്നാൽ അതുപോലെ ആയിരിക്കില്ലല്ലോ പെരുമാറുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ബിഹേവിയർ അറ്റ് ഹോം, നിങ്ങളുടെ ആ ഒരു പ്ലേസ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, റോള് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ശരിക്കും ഇതിനെയാണ് റോൾ കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾ എവിടെ, ഏത് സാഹചര്യത്തിൽ, ഏത് സ്ഥലത്ത് എന്ത് റോള് പ്ലേ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. സ്കൂളിൽ നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ വീട്ടിൽ നിങ്ങളൊരു മകളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളൊരു ഭാര്യയായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ എൻ്റെ റോളും ഇവിടുത്തെ എൻ്റെ റോളും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ എനിക്കറിയാം. ആ പർട്ടിക്കുലർ പ്രോസസ്സാണ് കമ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് റോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഒരു റീഡെഫിനിഷൻ നടക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ജനിച്ച് നിങ്ങളൊരു പർട്ടിക്കുലർ ടൈം വരെ നിങ്ങൾ എന്താണ്, നിങ്ങൾ മകൾ എന്ന് പറഞ്ഞ റോളാണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ നിങ്ങളൊരു എംപ്ലോയി എന്ന് പറഞ്ഞ റോളാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യ എന്ന് പറഞ്ഞ റോളാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ നിങ്ങൾ അമ്മ എന്ന് പറയുന്ന റോളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ റോളുകൾ എപ്പോഴും റീഡിഫൈൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നെഗോഷിയേഷൻ നടക്കും. അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റേറ്റസും മാറുന്നുണ്ട്. പക്ഷേ ഒരു നമ്മൾ പർട്ടിക്കുലർ റോൾ എന്ത് ചെയ്യുന്നു. ഇപ്പം പണ്ട് കാലങ്ങൾ നേരത്തെ സ്റ്റേറ്റസിന് പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ആസ് എ വിമൻ എന്ന് പറയുമ്പോൾ, ആസ് എ വുമൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റോൾ എന്തായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുക, നിങ്ങളുടെ ഭർത്താവിനെ നോക്കുക, അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കുക, അവരുടെ വസ്ത്രം കഴുകുക, അവർ കഴിച്ച പാത്രം കഴുകുക, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ റോള്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുതിയ റോൾ ഏറ്റെടുക്കുന്നു. നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാകുന്നു, നിങ്ങളൊരു ടീച്ചറാകുന്നു, നിങ്ങളൊരു ഒരു എംപ്ലോയർ ആകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ MD ആകുന്നു. ഇങ്ങനെ പല റോളുകൾ എടുക്കുന്നുണ്ട്. അപ്പം
എന്ത് ചെയ്യുന്നു, റോള് ചലഞ്ചിങ് നടക്കുന്നുണ്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്തിരുന്ന സിസ്റ്റവും പുതിയ സിസ്റ്റവുമായിട്ട്. ഇനി റോൾ തിയറി എന്താന്ന് നോക്കാം. റോൾ തിയറി സോഷ്യോളജിയിൽ രണ്ട് ടൈപ്പിൽ അപ്രോച്ചിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, സ്ട്രക്ചറലും ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ചും. അപ്പോൾ റോളുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ, രണ്ട് വിധത്തിലാണ്, രണ്ട് സ്കൂൾ ഓഫ് തോട്ടിനെ വെച്ച്. സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ പല ടൈപ്പ് ഓഫ് സോഷ്യോളജിസ്റ്റുകൾ ഉണ്ടാവും. അതിനകത്ത് അതിനെ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട് എന്ന് വിളിക്കും. അതാണ് സ്ട്രക്ചറൽ സ്കൂൾ ഓഫ് തോട്ടുകാരും ഇന്ററാക്ഷനിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടുകാരും. അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിലും ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ചിലും റോൾ തിയറി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിന്റെ പ്രൊമിനൻ്റ് ആയ ആളുകൾ അല്ലെങ്കിൽ പയനിയേഴ്സ് ആണ് ലിൻഡൻ, മാൻഡൻ, പാഴ്സൺ, മെർട്ടൺ, റോബർട്ട് കെ മെർട്ടൺ. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് ചെയ്ത് ഇതിൻ്റെ ഒരു ആളുകൾ, സ്ട്രക്ചറലിസ്റ്റുകൾ. അവർ എന്താണ് ചില നോമുകളും എക്സ്പെക്റ്റേഷനും വെച്ചിട്ടാണ് റോളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റോള് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നോമിൻ്റെ പുറത്ത് നമ്മൾ റോളുകളെ എക്സ്പ്ലെയിൻ ചെയ്യും. റോൾ ടേക്കിംഗ് ആണ്. നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് കിട്ടിയാൽ നിങ്ങൾ ഇന്ന റോൾ എടുക്കണം. നിങ്ങളൊരു മകളായാൽ നിങ്ങൾക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ഇന്ന ഡ്യൂട്ടികൾ ചെയ്യണം. അതാണ് എന്ത് ചെയ്യുന്നത്, റോൾ ടേക്കിംഗ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ്ലി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവേണ്ടി വരും. എന്നാൽ മാത്രമേ, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ ആയാൽ മാത്രമേ സൊസൈറ്റിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് പോസിബിൾ ആകൂ എന്നാണ് സ്ട്രക്ചറൽ സോഷ്യോളജിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത്. ഇനി ഇന്ററാക്ഷനിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ററാക്ഷനിസ്റ്റിന് എക്സാമ്പിളാണ് മീഡും ടേർണറും. അവർ പറയുന്നത് എന്താ, സ്ട്രക്ചറും അതിൻ്റെ ഗിവൻ എക്സ്പെക്റ്റേഷനും വെച്ചിട്ടാണ് അവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഇൻഡിവിജ്വൽസ് ദോ ബൗണ്ട് ബൈ ദ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഗിവൻ എക്സ്പെക്റ്റേഷൻ ദ റോൾസ് ആൻഡ് എൻഗേജ് ഇൻ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ റോൾ മേക്കിംഗ് പോസിബിളാണ്. ഇവിടെ റോൾ ടേക്കിംഗ് ആണ്, ഇവിടെ റോൾ മേക്കിംഗ് ആണ്. റോൾ ടേക്കിംഗ് ആരാണ്, സ്ട്രക്ചറലിസ്റ്റുകളാണ്. ഇന്ററാക്ഷനിസ്റ്റുകൾക്ക് എന്താണ്, റോൾ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റോള് കിട്ടി, നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവണം, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതെന്ത് ചെയ്യും, മാറും. ഇതിനൊരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവിടെ റോൾ മേക്കിംഗ് ഉണ്ടാകുന്നു. അതാണ് റോൾ മേക്കിങ്ങും റോൾ ടേക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസമായിട്ട് അവർ പറയുന്നത്. ഇനി ഇതിനെ അല്ലാതെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് റോളുകളെ, അസ്ക്രൈബ്ഡ് റോൾ എന്നും അച്ചീവ്ഡ് റോൾ എന്നും. നേരത്തെ സ്റ്റേറ്റസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ റിലേഷണലും നോൺ റിലേഷണലും. ഇതൊക്കെ എന്താണെന്ന് എടുത്ത് പറയാം. മൂന്നാമത്തത് ബേസിക്, ജനറൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റോൾസ്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ അസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബർത്തോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾ ജനിക്കുന്നതോടുകൂടി നിങ്ങൾ പഠിക്കുന്ന റോളിനെയാണ് അസ്ക്രൈബ്ഡ് റോൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ജെൻഡർ റോളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ബേസ്ഡ് റോളുകൾ, നിങ്ങളുടെ കിൻഷിപ്പ്, കാസ്റ്റ്, ക്ലാസ്, അവിടെയൊക്കെ എന്തൊക്കെയാണ് റോൾ എന്നുള്ളത് അസ്ക്രൈബ്ഡ് റോളാണ്. അതേസമയം അച്ചീവ്ഡ് റോൾ എന്താണ്, നിങ്ങളെ മെറിറ്റ് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് കിട്ടിയ ജോലി, ഇങ്ങനെയുള്ള മെറിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്ന റോളിനെയാണ് നിങ്ങൾ അച്ചീവ്ഡ് റോൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നേരത്തെ പറഞ്ഞില്ലേ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ എന്തെന്ന് കാണിക്കുന്നത്, നിങ്ങളുടെ അച്ചീവ്ഡ് റോൾ എന്ന് പറയുന്നത്. ഇനി റിലേഷണൽ ആൻഡ് നോൺ റിലേഷണൽ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇച്ചിരി ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ പറഞ്ഞു വരാം. കോംപ്ലിമെൻ്ററി അല്ല, നോൺ കോംപ്ലിമെൻ്ററിയാണ്. കോംപ്ലിമെൻ്ററി ഇൻ നേച്ചർ, അതായത് പരസ്പരം വ്യത്യാസം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിൻ്റെ റിലേഷൻ വെച്ച് മറ്റൊന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതാണ് റിലേഷണൽ റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വൈഫ് എന്ന് പറഞ്ഞ റോള്, അത് ഹസ്ബൻഡ് ഇല്ലാതെ വൈഫ് എന്ന് പറഞ്ഞ റോൾ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഡെറ്റർ എന്ന് പറയുന്ന റോള്, കടം കൊടുത്താളും കടം മേടിച്ചാളും. അപ്പോൾ കടം കൊടുത്ത ആളുണ്ടായാൽ മാത്രമേ കടം മേടിച്ച ആളുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒന്നിനെ ബേസ് ചെയ്ത് മറ്റൊന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റോളിനെയാണ് റിലേഷണൽ റോൾ എന്ന് വിളിക്കുന്നത്. നോൺ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിപ്പെൻഡൻസി ഇല്ലാത്ത റോളുകൾ. ഇപ്പം നിങ്ങളൊരു മ്യൂസീഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ചറാണ്, നിങ്ങളൊരു പെയിൻറ്ററാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് വേറൊരു പെയിൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങൾ പെയിൻറ്റർ ആയത്, നിങ്ങൾ മ്യൂസിഷ്യൻ ആയത്, നിങ്ങളൊരു ടീച്ചർ ആയത്, നിങ്ങൾ റിസർച്ചർ ആയത്. അങ്ങനെ മറ്റൊന്നുമായി ബന്ധമില്ലാത്തതിനെയാണ് നോൺ റിലേഷണൽ റോൾ എന്ന് വിളിക്കുന്നത്. ഏജ് ആൻഡ് സെക്സ് റോൾസ്, നിങ്ങൾ പുരുഷനോ സ്ത്രീയോ ആയതുമായിട്ട് ആർക്കും ഒരു ബന്ധമില്ല. നിങ്ങൾ സ്ത്രീ ആയതോ നിങ്ങൾ പുരുഷനായതോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ എന്താണ്, അതൊരു നോൺ റിലേഷണൽ റോളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്നുള്ളത് മറ്റുള്ളവരെ ബന്ധപ്പെടുത്തി പറയുന്നതല്ല. അതൊക്കെ എന്താണ്, അതൊരു നോൺ റിലേഷണൽ റോളാണ്. അപ്പോൾ കിൻഷിപ്പ് റോളുകളും എന്ത് തന്നെയാണ്, നോൺ റിലേഷണൽ ആണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്, ജനറൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റൂൾസ്. അതിന് നമുക്കൊരു സ്കെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ബേസിക്, ജനറൽ, ഇൻഡിപെൻഡൻറ്റ് വെച്ചാൽ ഇവിടെ ഒരു എവല്യൂഷൻ കാണിക്കും. അതുകൊണ്ടാണ്, ഒന്നുമില്ല, സിമ്പിളാണ്. ബേസിക് റോൾ എന്ന് പറഞ്ഞാൽ എന്താ,
നിങ്ങളുടെ ബേസിക് ആയ കാര്യം, നിങ്ങളുടെ ബേസിക് ആയ 2 കാര്യം, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ഏജ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റോളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ബേസിക് റോൾ എന്ന് വിളിക്കുന്നത്. അപ്പം സെക്സ് വെച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുന്നത്, നിങ്ങളുടെ മെൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു റോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ റോളാണ് പ്ലേ ചെയ്യുന്നത്, അതെയാണ് ബേസിക് റോൾ എന്ന് വിളിക്കുന്നത്. ഇനി ജനറൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ മെറിറ്റ് വെച്ചിട്ട് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ അച്ചീവ്മെന്റ് വെച്ചിട്ട് പറയുന്നതാണ് ജനറൽ റോൾ എന്ന് വിളിക്കുന്നത്. ഇൻഡിപെൻഡന്റ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നോൺ റിലേഷണൽ റോളിനെ പോലെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഇൻഡിപെൻഡന്റ് റോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെറിറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്, പക്ഷേ മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധമില്ല. അതായത് നോൺ റിലേഷണൽ പോലെ, മറ്റുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടോ മറ്റുള്ള ഒരു റോളുമായിട്ടോ ഒരു ഇംപ്ലിക്കേഷനും ഇല്ലാത്തതിനെയാണ് ഇൻഡിപെൻഡന്റ് റോൾ എന്ന് വിളിക്കുന്നത്. അവിടെ എന്താ എക്സാമ്പിളായിട്ട് ലെഷർ റോളുകൾ, ഇതെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കുപ്പേഷണൽ റോളുകൾ, ഇതെല്ലാം എന്താണ്, ഇൻഡിപെൻഡന്റ് റോളുകളാണ്. ഇനി ഒരു ഇൻഡിവിജ്വലിൻ്റെ സെക്സ് റോള് എന്ന് പറയുന്നത് അവരുടെ ഇൻഡിവിജ്വലിൻ്റെ കണ്ടക്റ്റിനെ അല്ലെങ്കിൽ അവർ പെരുമാറുന്ന രീതിയെ പോലിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ത്രീ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറണം. സ്റ്റീരിയോടിപ്പിക്കൽ റോളുകൾ നിങ്ങൾക്ക് കിട്ടും. ആസ് എ ഗേൾ അല്ലെങ്കിൽ ആസ് എ ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആസ് എ വുമൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ്, നിങ്ങൾക്ക് കുറച്ച് റോളുണ്ട്. ഓക്കെ, ഒക്കുപ്പേഷണൽ റോളുകൾ, ഇതെല്ലാം എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, നിങ്ങളുടെ ക്യാരക്ടർ ഷേപ്പിംഗ് നടക്കുന്ന റോളുകളാണ് ഇതെല്ലാം. ഈ റോളുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ലെഷർ റോളുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഇതുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്യാരക്ടേഴ്സുമായിട്ടോ മറ്റുള്ള ഒരു റോളുമായിട്ടോ നിങ്ങൾക്ക് ഒരു ഇംപ്ലിക്കേഷനും ഇല്ല. അപ്പം നിങ്ങളൊരു ഫ്രീ ക്യാരക്ടർ അല്ലെങ്കിൽ ഫ്രീ ഡെവലപ്മെന്റ് നടക്കും. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്. ഈ സ്കെയിലിൽ നമ്മൾ അങ്ങനെ തന്നെ അവരെ പ്ലേസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ആ ഒരു സ്കെയിലിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ എന്താ, നിങ്ങളുടെ ബേസിക് റോള്, നിങ്ങളുടെ ജനറൽ റോള്, നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് റോൾ, നിങ്ങളെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ഏജ് ആൻഡ് സെക്സ് റോൾസ് പറഞ്ഞില്ലേ നേരത്തെ, ബേസിക് റോളുകൾ പറഞ്ഞില്ലേ, അതെന്താണ്, അത് കുറച്ചുകൂടെ ലിമിറ്റഡ് ആൻഡ് ലെസ് റോളുകളാണ്. അതേസമയം ഇൻഡിപെൻഡന്റ് റോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് സൊസൈറ്റികളാണ് കാണപ്പെടുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇംപ്ലിക്കേഷനും ഇല്ല. നിങ്ങളൊരു പർട്ടിക്കുലർ ഏജിൽ ജനിക്കുന്നു അല്ലെങ്കിൽ ഏജിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ പർട്ടിക്കുലർ സെക്സിൽ ജനിക്കുന്നു, ഇവിടെ എന്താണ്, അവിടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ലിമിറ്റഡ് ലെസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആ ഒരു സൊസൈറ്റിക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം നിങ്ങളുടെ അഡ്വാൻസ്, നിങ്ങളൊരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ജീവിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് റോളിന് ആ ഒരു സൊസൈറ്റിയുമായിട്ട് കുറച്ചുകൂടെ എന്താണ് ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഇനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റി, ബുഷ്മെൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. ആ ഒരു സൊസൈറ്റിയിൽ വിമൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഒരു പെർട്ടിക്കുലർ റോൾ കൊടുത്തിട്ടുണ്ട്. മെൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മെൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പുരുഷനാവണമെങ്കിൽ അവന് ഫസ്റ്റ് ഹണ്ടിങ് നടത്തണം. അപ്പോൾ എന്താ, ആ ഒരു പെർട്ടിക്കുലർ റോൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെ. ഇനി ബാൻഡന്റ് ഐഡിയ അനുസരിച്ച് ഈ സോഷ്യൽ ഓർഗനൈസേഷനുകളെ സ്റ്റഡി ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റോളുകളാണ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഏത് റോളാണ് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ പ്ലേ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെയും അതിൻ്റെ ഫംഗ്ഷനെയും പഠിക്കാൻ പറ്റും. റോൾ അലൊക്കേഷനുകൾ സിമ്പിൾ സൊസൈറ്റികളിൽ നിന്നും കോംപ്ലക്സ്, നേരത്തെ പറഞ്ഞില്ലേ ബുഷ്മൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് സൊസൈറ്റി, അവിടെ വളരെ സിമ്പിളായ ഒരു ഐഡിയോളജി മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ചും കൂടെ ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയുള്ള ഇൻഡിപെൻഡന്റ് റോളുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ എന്ത് റോൾ പ്ലേ ചെയ്യുന്നു എന്നുള്ളതിനുള്ള ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ കാണിക്കും. ഇനി സിമ്പിൾ സൊസൈറ്റിയുടെ റോളുകളും കോംപ്ലക്സ് സൊസൈറ്റിയുടെ റോളുകളും അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായ ഒരു പർട്ടിക്കുലർ സൊസൈറ്റി, വലിയ കോംപ്ലക്സ് സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ റിലേഷനുകളോ ഒന്നുമില്ല. എക്സാമ്പിൾ നമ്മുടെ കൽഹാരി ഡെസേർട്ടുകളിൽ കാണപ്പെടുന്ന ബുഷ്മെനുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിലുള്ള എസ്കിമോൾ, ഇതൊക്കെ എന്താണ്, വളരെ സിമ്പിൾ സ്ട്രക്ചറുള്ള സൊസൈറ്റികളാണ്. അവരുടെ റോൾ പ്ലേയിങ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മെയിനായിട്ട് നമ്മൾ ആ ഒരു ഡിഫറൻസ് പഠിക്കുന്നത് ഏജ്, സെക്സ്, കിൻഷിപ്പ്, ഇതിനെ മൂന്നിനെയും ബേസ് ചെയ്തിട്ടുള്ള റോളുകളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് അവരുടെ സെക്സ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, മാൻ അവർ ഹണ്ടിങ്ങിന് പോകണം, അല്ലെങ്കിൽ ക്ലോത്തിങ് പ്രിപ്പയർ ചെയ്യണം, ഹണ്ട് ചെയ്ത അനിമലിൻ്റെ ആ ഒരു സ്കിന്നെടുത്ത് ക്ലോത്ത് പ്രിപ്പയർ ചെയ്യണം, അതാണ്, അല്ലെങ്കിൽ വെപ്പണുകൾ
ഉണ്ടാക്കണം, ഫയർ കൂട്ടാൻ ശ്രമിക്കണം, സ്ത്രീകളെ സഹായിക്കണം. ഇതാണ് ആസ് എ മാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റോളുകൾ എന്ന് പറയുന്നത്. ഇനി വൈഫ് അല്ലെങ്കിൽ സ്ത്രീ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യണം, ഫാമിലിന് അവർക്ക് വേണ്ടുന്ന ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യണം, കുട്ടികളെ നോക്കണം, ഫുഡ് ഗ്യാദർ ചെയ്യണം, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ആ റെസിഡൻസ് ക്ലീൻ ആയിട്ട് വെക്കണം, അവർക്ക് അവിടെ ഫുഡ് കൊടുക്കണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ സെക്സ് റോളുകൾ. ഇനി ഏജ് വെച്ചിട്ടുള്ള റോളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബുഷ്മൻ സൊസൈറ്റിയുടെ കാര്യം, അവിടെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പുരുഷൻ എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ അവൻ പ്രാപ്തനാകണമെങ്കിൽ അവൻ ആദ്യത്തെ ഹണ്ടിങ് നടത്തണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവനൊരു പുരുഷനായിട്ട് മാറുന്നത്. അതവരുടെ ഏജ് റോളിനെ കാണിക്കും. ഇനി ഒരു പെൺകുട്ടി എന്ന് പറയുന്നതാണ്, ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ കുട്ടിയായിരിക്കുമ്പോഴും കല്യാണം കഴിക്കാം, പക്ഷേ അവളൊരു വുമൺ എന്ന് പറയപ്പെടണമെങ്കിൽ അവൾ ഫിസിക്കലി മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഏജ് റോളാണ്. ഇതൊക്കെ പ്രിമിറ്റീവ് സൊസൈറ്റിയിലൊക്കെ അല്ലെങ്കിൽ സിമ്പിൾ സൊസൈറ്റിയിലെ കാര്യമാണ് പറയുന്നത്. ഇനി കിൻഷിപ്പ് ബേസ് ചെയ്താണെങ്കിൽ എന്താണ്? മദർ, ഫാദർ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പർട്ടിക്കുലർ റോൾ പ്ലേ ചെയ്യാനുണ്ട്. കുട്ടികളെ നോക്കുക, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? റോൾ പ്ലേ നടക്കുന്നത് കിൻഷിപ്പ് ബേസ് ചെയ്തിട്ട്. മ്യൂച്വൽ ഒബ്ലിഗേഷനാണ്. പാരൻസിന് പ്രായമായി, അപ്പോൾ എന്ത് ചെയ്യണം? മക്കൾ അമ്മമാരെ നോക്കണം അല്ലെങ്കിൽ അച്ഛന്മാരെ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പരസ്പര ധാരണ പോലെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? സിമ്പിൾ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയാണ്. ഇതിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഒരു സൊസൈറ്റികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ലോസ് റിലേറ്റീവ് തമ്മിലുള്ള മാരേജ്. കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് പോലെയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിവോഴ്സ് ചെയ്യാം, അതൊരു തെറ്റല്ല. ഡിവോഴ്സ് ചെയ്തു, അപ്പോൾ എന്തോ പറ്റി? നിങ്ങളുടെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എൻഡ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ കിത്ത് ആൻഡ് കിന്നിൽ നിന്ന് എന്ത് ചെയ്തു? നിങ്ങൾ മാരേജ് ചെയ്തു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾക്ക് ഡിവോഴ്സ് ആവേണ്ടി വന്നു. അപ്പോൾ എന്തോ പറ്റും? നിങ്ങളുടെ ആ ഒരു മോർ ദാൻ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷന് പുറമെ നിങ്ങളൊരു അടുത്ത ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ രണ്ട് ഫാമിലികളിൽ എന്തുണ്ടാവും? ആ ഒരു ഡ്രിഫ്റ്റ്, ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ പല സൊസൈറ്റികളിൽ എന്ത് ചെയ്യും? ഈ ക്ലോസ് റിലേറ്റീവ് തമ്മിലുള്ള മാരേജുകളെ ഒഴിവാക്കും. കാരണം എന്ത് ചെയ്യാൻ പാടില്ല? റിലേറ്റീവുകൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ശരിക്കും അതിനൊരു സയന്റിഫിക് ഇതാണ് ശരിക്കും ഉള്ളത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യോളജിക്കലി അങ്ങനെ അനലൈസ് ചെയ്യാം. ഇനി കോംപ്ലക്സ് സൊസൈറ്റികളിലേക്ക് വരുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് ഏജ്, സെക്സ്, കിൻഷിപ്പ് വെച്ചിട്ടാണ് എവിടെ പറഞ്ഞത്? സിമ്പിൾ സൊസൈറ്റി പറഞ്ഞത്. പക്ഷേ കോംപ്ലക്സ് സൊസൈറ്റിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത് റോൾ ഡിവിഷനുകളാണ്. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയ ഐഡിയോളജിയാണ്. അവിടെ ഒരു സോഷ്യൽ സ്ട്രേറ്റം അതായത് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാകും. സോഷ്യൽ സ്ട്രേറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയുള്ള കോംപ്ലക്സ് സൊസൈറ്റികളിലേക്ക് നമ്മൾ റാങ്ക് അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റം, അവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്യൂഡൽ ലോഡ് അല്ലെങ്കിൽ നോബിള്, കോമണേഴ്സ്, സ്ലേവുകൾ. അത് നമ്മുടെ വർണ്ണ സിസ്റ്റം എടുക്കാം. എന്താണ്? ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഇതൊക്കെ എന്താ? ഒരു ഈ ഒരു സ്ട്രേറ്റ ക്ലാസിഫിക്കേഷൻ നടക്കും ശരിക്കും സൊസൈറ്റികളിൽ, അത് കോംപ്ലക്സ് സൊസൈറ്റികളിൽ. അവരുടെ പർട്ടിക്കുലർ പൊസിഷൻ എന്താണോ, ആ സ്ട്രാറ്റയിൽ അവരുടെ പൊസിഷൻ എന്താണോ അതനുസരിച്ച് എന്ത് കിട്ടും? പ്രിവിലേജുകളും ഡ്യൂട്ടികളും ഉണ്ടാകും. എന്നാൽ ഇനി റിജിഡ് സിസ്റ്റം ആണെങ്കിലോ, ഫ്ലെക്സിബിലിറ്റി ഉള്ള സിസ്റ്റം ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു റിജിഡിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളിപ്പം ക്ലാസ് സിസ്റ്റം എടുക്കുവാണെങ്കിൽ ഹൈ ക്ലാസ് ആയിരുന്നു, നിങ്ങൾ ലോ ക്ലാസ്സിൽ ജനിച്ചു, നിങ്ങളുടെ വർക്കും പോലെ നിങ്ങൾ ഹൈ ക്ലാസ്സിൽ എത്തിച്ചേർന്നു, അത് പോസിബിളാണ്. അതൊരു റിജിഡ് സിസ്റ്റത്തിൽ പോസിബിളാണ്. പക്ഷേ റിജിഡ് സിസ്റ്റം അല്ല എങ്കിൽ നിങ്ങൾ പർട്ടിക്കുലർ കാസ്റ്റിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഹിന്ദുവിനെ ക്രിസ്ത്യൻ ആവാം, അല്ലെങ്കിൽ ക്രിസ്ത്യന് മുസ്ലിം ആവാം. പക്ഷേ ഒരു നായർക്ക് എന്താണ് ഈഴവയാകാനോ അല്ലെങ്കിൽ ഈഴവയ്ക്ക് SC/ST ആകാനോ ഉള്ള സിസ്റ്റം ഇവിടെ ഇല്ല, ഹിന്ദുവിലില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റിംഗ് പോസിബിൾ അല്ല. അതാണ് ശരിക്കും ഇവിടെ എന്താണ് സോഷ്യൽ സ്ട്രാറ്റയിൽ ചിലപ്പോൾ റിജിഡ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ പോകും. ഇവിടെ ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞേക്കുന്നത് കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം തന്നെ. നിങ്ങൾ പർട്ടിക്കുലർ കാസ്റ്റിൽ ജനിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോംസ്, കസ്റ്റംസ്, ആ ഒരു പർട്ടിക്കുലർ റോളുമായി ബന്ധപ്പെട്ട റൂളുകൾ എല്ലാം ഉണ്ടാവും. നിങ്ങൾ അതിന് ആ ഒരു പർട്ടിക്കുലർ റോൾ അല്ലെങ്കിൽ റൂളിൽ നിങ്ങൾ ഡീവിയേറ്റ് ചെയ്താൽ എന്തോ പറ്റുന്നു? അങ്ങനെ ഡീവിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പണിഷ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ലീഗൽ ആക്ഷനുകൾ ഉണ്ടാകുന്നു. ഇനി സ്പെസിഫിക് ടാസ്കുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, സ്പെഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് സൊസൈറ്റികളാണ് നടക്കുന്നത്. അപ്പോൾ സോഷ്യൽ സ്ട്രേറ്റയും ഡൈവേഴ്സിഫിക്കേഷനുമാണ് നമ്മൾ ശരിക്കും കാണുന്നത്. നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എവിടെയാണ്? നിങ്ങൾക്ക് സ്കില്ലുകളിലാണ് ഉണ്ടാകുന്നത്. അതെന്തുവാന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ വരുന്നത് മൾട്ടിപ്പിൾ റോളുകളും ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. മൾട്ടിപ്പിൾ റോളും റോൾ സെറ്റും. അതായത് ഇത് അനലൈസ് ചെയ്ത ആളാണ് റോബർട്ട് കെ മെർട്ടൺ. പറയുന്നത് എന്താണ്? ഈ ഒരു മൾട്ടിപ്പിൾ റോളും റോൾ സെറ്റും രണ്ടാ. ഇപ്പൊ ലിൻഡന്റെ തിയറി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേറ്റസിന് ഒരു റോള്,
അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ മെർട്ടന്റെ ഐഡിയോളജി അനുസരിച്ച് ഓരോ സ്റ്റേറ്റസിനും ഇഷ്ടം പോലെ റോളുകൾ ഉണ്ടാവും. ഓരോ സ്റ്റേറ്റസിന് ഇഷ്ടം പോലെ റോള്. ഇതാണ് മെർട്ടന്റെ ഐഡിയ. അപ്പൊ മെർട്ടന്റെ ഐഡിയ കോൺഫ്ലിക്റ്റ് ആവും. ലിൻഡൻ പറഞ്ഞു ഒരു സ്റ്റേറ്റസിന് ഒരു റോള്, മെർട്ടൻ പറയുന്നു ഒരു സ്റ്റേറ്റസിന് ഇഷ്ടം പോലെ റോള്, ആൻ അറേ ഓഫ് റോളുകൾ ഉണ്ടാവും. ഇതിനെയാണ് റോൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയേ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, മൾട്ടിപ്പിൾ റോളിനെ നോക്കുന്നത്. ഒരു സ്റ്റേറ്റസ് ആണ് നിങ്ങൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അതേസമയം നിങ്ങൾ എന്താണ്, നിങ്ങളൊരു ഫാമിലിയിലാണെങ്കിൽ നിങ്ങൾ ബ്രദറാണ്, നിങ്ങളൊരു സ്പോർട്സിലാണെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണ്, നിങ്ങൾ NGOയിലാണെങ്കിൽ നിങ്ങളൊരു പാർട്ട് ടൈം വോളണ്ടിയർ ആണ്, വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആണ്. അപ്പോൾ ഇതെന്താ, നിങ്ങളുടെ മൾട്ടിപ്പിൾ റോളാണ്. അതേസമയം റോൾ സെറ്റ് നോക്കിയേ. റോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോൾ എന്താ, നിങ്ങൾ ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ ആ പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ സ്റ്റുഡൻസിനോടുള്ള നിങ്ങളുടെ റോള്, നിങ്ങളുടെ കൊളീഗ്സിനോടുള്ള നിങ്ങളുടെ റോള്, നിങ്ങളുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനോടുള്ള നിങ്ങളുടെ റോള്, ടീച്ചേഴ്സ് യൂണിയനോടുള്ള നിങ്ങളുടെ റോള്. ഇതാണ് റോൾ സെറ്റ്. ഒരു പർട്ടിക്കുലർ റോളിൽ നിന്ന് നിങ്ങൾക്ക് പല ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അത് റോൾ സെറ്റിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ സ്റ്റേറ്റസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റോളുകൾ കിട്ടുന്നത്. മൾട്ടിപ്പിൾ റോൾ, ഇത് വേറൊരു റോളാണ്, ഇത് വേറൊരു റോളാണ്, ഇത് വേറൊരു റോളാണ്, ഇത് വേറൊരു റോളാണ്. അങ്ങനെ മൾട്ടിപ്പിൾ റോളും റോൾ സെറ്റും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് മൾട്ടിപ്പിൾ റോൾ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലേ ചെയ്യുന്ന നിങ്ങളുടെ പല പല റോളുകൾ. നിങ്ങളൊരു അച്ഛനാകാം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആകാം, നിങ്ങളൊരു ടീച്ചർ ആകാം, നിങ്ങളൊരു സെയിൽസ്മാൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ വർക്കർ ആകാം. ഇതെല്ലാം നിങ്ങൾ പ്ലേ ചെയ്യുന്ന പല റോളുകളാണ് മൾട്ടിപ്പിൾ റോള്. ഇനി റോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ റോളിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ പ്രവർത്തനം. ഞാനൊരു ടീച്ചറാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എങ്ങനെ, അവരുടെ പേരൻസിനോട് എങ്ങനെ, എൻ്റെ കൊളീഗ്സിനോട് എങ്ങനെ, എൻ്റെ പ്രിൻസിപ്പലിനോട് എങ്ങനെ, എൻ്റെ ടീച്ചേഴ്സ് യൂണിയനോട് എങ്ങനെ, എൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫിനോട് എങ്ങനെ. ഇതാണ് റോൾ സെറ്റ്. ഓക്കെ, ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി റോൾ സൈനുകൾ. റോൾ സൈനുകൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റാണ്. റോൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പ്ലേ ചെയ്യുന്ന പർട്ടിക്കുലർ റോളിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തോ അതെല്ലാം റോൾ സൈനുകളാണ്. ഇപ്പം ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ റോളിനെ കാണിക്കും. ഇപ്പം നിങ്ങളൊരു സ്ഥാപനത്തിൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ യൂണിഫോം, ആ യൂണിഫോം കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങളുടെ റോൾ എന്താണെന്ന്. അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ഏജൻസിയിലെ ടിക്കറ്റ് കളക്ടറാണ്, അല്ലെങ്കിൽ ട്രാഫിക് പോലീസാണ്. ഇതെല്ലാം എന്താണ്, നിങ്ങളുടെ റോളിനെ കാണിക്കും. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ അതൊരു റോൾ സൈനാണ്. അപ്പം നമുക്ക് റോൾ സൈനുകളും ബേസിക് റോളിനെയും ജനറൽ റോളിനെയും ഇൻഡിപെൻഡന്റ് റോളിനെയും വെച്ചിട്ട് പർട്ടിക്കുലർ സൈനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങളുടെ സെക്സ് അനുസരിച്ച് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ എന്ത് വസ്ത്രം, ആൺകുട്ടിയാണെങ്കിൽ എന്ത് വസ്ത്രം, അത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അത് എന്ത് സെക്സ് ആണ് എന്നുള്ളത്, ഏത് സെക്സിലുള്ള ആളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം എന്താക്കാം, അവിടെയാണ് ബേസിക് റോളിലെ സൈൻ വരുന്നത്. ഇനി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന് കൂടെ നമ്മൾ മിസ്റ്റർ, മിസ്സസ്, മിസ്, മാസ്റ്റർ ഇതെല്ലാം ചേർക്കാറില്ലേ. അപ്പം അതും എന്താണ്, നിങ്ങളുടെ പർട്ടിക്കുലർ, അതെല്ലാം റോൾ സൈനുകളാണ്. നിങ്ങളുടെ സെക്സിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജെൻഡറിനെ കാണിക്കുന്നു, നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്ന് കാണിക്കുന്നു. ഇനി ജനറൽ റോളിലേക്ക് വരുമ്പോൾ എന്താണ്, ജനറൽ റോളിലെ സൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. നിങ്ങളെ വ്യത്യസ്തനാക്കാനും വേർതിരിക്കാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനുമാണ് ജനറൽ റോളിലെ സൈനുകൾ മെയിനായിട്ട് സഹായിക്കുന്നത്. ആ നിങ്ങളുടെ പർട്ടിക്കുലർ റോളിൻ്റെ റെലവൻസ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത, ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്താ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പോലീസ്മാൻ, അയാളുടെ യൂണിഫോം, ആ പർട്ടിക്കുലർ പേഴ്സൺ അയാളുടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പോലീസ് യൂണിഫോം ധരിക്കാൻ പറ്റില്ല. പോലീസുകാരനായ വ്യക്തിക്ക് മാത്രമല്ലേ ആ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തോ പറ്റുന്നത്, ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അത് ധരിക്കുമ്പോൾ അയാളുടെ ആ ഒരു റെലവൻസ് എന്താ, അല്ലെങ്കിൽ അയാളുടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്താ, അയാളുടെ യുണീക്നെസ് എന്താ, അയാളുടെ മറ്റുള്ളവരുടെ അയാൾക്കുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ എന്ന് മനസ്സിലാക്കും. ഇതാണ് ജനറൽ റോൾ. ഇനി ഇൻഡിപെൻഡന്റ് റോളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇൻഡിപെൻഡന്റ് റോൾ. ഇൻഡിപെൻഡന്റ് റോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു റോളുകളുമായിട്ടും ഇംപ്ലിക്കേഷൻ ഇല്ലാത്ത റോളാണ് ഇൻഡിപെൻഡന്റ് റോൾ. ഇവിടെ ഇൻഡിപെൻഡന്റ് റോളിന് എന്താ റെലവൻസ് ഓൺലി ഇൻ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. നമുക്ക് ഇൻഡിപെൻഡന്റ് റോളുകൾക്ക് എല്ലായ്പ്പോഴും സൈനുകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഏതെങ്കിലും ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമേ ആ റോളിൻ്റെ സൈനുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. മറ്റ് സോഷ്യൽ സിറ്റുവേഷനുകളിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതെയാകും. അത് അവരുടെ പ്രസ്റ്റീജിനെ കാണിക്കുന്ന സൈനുകളായിരിക്കും. ഇനി റോൾ ചേഞ്ചിങ്, അതും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, റോൾ ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ അവളുടെ റോൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു.
പണ്ട് അടുക്കളയിൽ കടന്നിരുന്ന സ്ത്രീ ഇന്ന് അരങ്ങത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്തു, അടുക്കളയിലായിരുന്നു, അല്ലെങ്കിൽ ഫാമിലി നോക്കാനുള്ളായിരുന്നു അവളുടെ റെസ്പോൺസിബിലിറ്റി. ഇന്ന് ചേഞ്ച് ചെയ്തിട്ട് പല ഓക്കുപേഷനുകൾ, ജോബ് ടൈറ്റിലൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, റോളുകൾ ചേഞ്ച് ചെയ്തു, റോള് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ നടക്കുന്നത്, നിങ്ങൾ ഒരു പർട്ടിക്കുലർ റോളിൽ നിന്ന് മറ്റൊരു റോളിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആ ഓൾഡ് സെറ്റ് ഓഫ് റോളുകൾ ഇപ്പം എന്തായി, ഫുൾ ന്യൂ റോളുകളായിട്ട് ചേഞ്ച് ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു റോളിൽ നിന്ന് മറ്റൊരു റോളിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പം ആ റോളുമായി ബന്ധപ്പെട്ട്, പുതിയ റോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റൈറ്റ്സ്, എന്തൊക്കെ ഡ്യൂട്ടീസ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ പവർ കിട്ടുന്നു, എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യണം, പഠിക്കണം. ഒരു മകള് പെട്ടെന്ന് അവൾ ഭാര്യയാകുകയാണ്. ഭാര്യയാകുക എന്ത് ചെയ്യണം, അവൾ ആ ഭർത്താവിൻ്റെ വീട്ടുകാരോടൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവൾ കുഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ നോക്കണം, അവളുടെ പവർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവൾക്ക് ആ വീട് നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ അനലൈസ് ചെയ്യണം, നിങ്ങൾ അറിയേണ്ടി വരും. ഇനി റോൾ ചേഞ്ചിങ്ങിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സെറിമോണി വെച്ചിട്ടാണ്. നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാരേജ് ചെയ്യുന്നു. അതൊരു മാരേജ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സെറിമണിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡൽട്ട്ഹുഡിലേക്ക് കടക്കുകയാണ്. അതൊരു സെറിമണി വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബുഷ്മൻ സൊസൈറ്റിയിൽ ഒരു ആൺകുട്ടി പുരുഷനാവണമെങ്കിൽ എന്ത് ചെയ്യണം, അവൻ ഹണ്ടിങ് നടത്തി, അവൻ്റെ ഫസ്റ്റ് ഹണ്ടിങ് നടക്കണം. അവിടെ എന്താണ്, ആ ഒരു ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സെറിമണിയാണ്. നമ്മുടെ പല സൊസൈറ്റികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടികൾ മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്യുന്ന ഒരു സെറിമണി ആയിട്ട് ആഘോഷിക്കാറില്ലേ. അതൊക്കെ എന്താണ്, റോൾ ചേഞ്ചിങ്, റോൾ ഷിഫ്റ്റിങ്ങിൻ്റെ സെറിമോണിയൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. അതേപോലെ തന്നെ റോൾ ഓഫ് വൈഫ് അല്ലെങ്കിൽ റോൾ ഓഫ് ഹസ്ബൻഡ്, ഇതെല്ലാം എന്താണ്, മാരേജ് എന്ന് പറയുന്ന സെറിമണി വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊരു ക്രിട്ടിക്കൽ മൊമെന്റിന്റെ ചേഞ്ച് ഓവറാണ് ശരിക്കും നടക്കുന്നത്. നിങ്ങളൊരു പ്രൈം മിനിസ്റ്റർ ആവുന്നു അല്ലെങ്കിൽ പ്രസിഡന്റ് ആവുന്നു, ഇതെല്ലാം എന്താ, ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന സെറിമണി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നതിനെല്ലാം. ഇനി ഇവിടെ വേറൊരു റോൾ എന്ന് പറയുന്നത് വെച്ചാൽ പാരൻസ് കുട്ടികളെ നോക്കുക എന്നുള്ളത് അവരുടെ ഒരു റോൾ ആയിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഇന്റൻസീവ് ടാസ്ക് അല്ലെങ്കിൽ ഇന്റൻസീവ് അത്രയും കാലം കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നു. ഇനി എന്ത് ചെയ്യും, അവരുടെ കുട്ടികൾ അവരെ നോക്കും. അവരിനി എന്ത് ചെയ്താൽ മതി, അവരുടെ പേരക്കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. അപ്പൊ ഇതെന്താണ്, ആ ഒരു റോൾ ഷിഫ്റ്റിംഗ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ നോക്കിക്കൊണ്ട് വെറുതെ ഇരുന്നാൽ മതി. അതെന്താ, ഒരു റോൾ ഷിഫ്റ്റിങ്ങിന് എക്സാമ്പിളാണ്. ഇങ്ങനെ റോൾ ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ആൻഡ് വിസ്ഡം ലഭിക്കുന്നു. ഇത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഓൾഡ് ഏജ് പേഴ്സൻ്റെ എടുക്കുവാണെങ്കിൽ, നിങ്ങൾ ഓൾഡ് ഏജ് എന്ത് ചെയ്തു, നിങ്ങൾ വാർദ്ധക്യ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ കുട്ടികൾ നോക്കും. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, പുതിയ വിസ്ഡമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ചില സമയത്ത് എന്ത് ചെയ്യും, ഈ കുട്ടികൾ നോക്കത്തില്ല. അതായത് നമ്മൾ പാരൻസിനെ നോക്കാത്തൊരവസ്ഥ. അവിടെ എന്താവുന്നു, എൽഡർലി ആർ ട്രീറ്റഡ് ലൈക്ക് ഇൻവാലിഡ്സ്, ഒരു പ്രാധാന്യമില്ലാത്തവരായിട്ട് മാറുന്നു. അതും എന്താണ്, ഒരു റോൾ ചേഞ്ചിങ് ആണ്. ഈ റോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൾട്ടിപ്പിൾ റോൾ പ്ലേ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, നമുക്ക് ഒരുപാട് സ്ട്രെസ് വരും. അതിനെയാണ് റോൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് സ്റ്റേറ്റസ് ഉണ്ടാവും. ആ സ്റ്റേറ്റസിനെല്ലാം മൾട്ടിപ്പിൾ റോളുകളും ഉണ്ടാവും, ആണല്ലോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ രണ്ട് റോളുകൾ, രണ്ട് സ്റ്റേറ്റസുകൾ കോൺഫ്ലിക്റ്റ് ആവുകയാണ്, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു, പ്രശ്നമാവുകയാണ് എങ്കിൽ നമ്മളൊരു ഒരു ഡയലമ്മയിലേക്ക് വരും, നമ്മളൊരു പ്രശ്നങ്ങളിലേക്ക് വരും. അവിടെയാണ് റോൾ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നിങ്ങളൊരു ക്ലാസ് മോണിറ്റർ ആണെന്ന് വെച്ചോ, നിങ്ങളൊരു ക്ലാസ് ലീഡർ ആയവർക്ക് ഈ ഒരു സംഭവം മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഷുഡ് ബി ലോയൽ ടു യുവർ ടീച്ചർ. അപ്പോൾ എന്ത് ചെയ്യണം, കുട്ടീനോട് ആ റോൾ മോഡൽ അല്ലെങ്കിൽ എന്താ മോണിറ്ററോട് പറയാണ്, ടീച്ചറുള്ള സമയത്ത് എന്ത് ചെയ്യുക, സംസാരിക്കുന്ന കുട്ടികളുടെ പേര് എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് ടീച്ചർ തന്ന റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നു സംസാരിക്കുക, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് അവിടെ നിന്ന് സംസാരിക്കുക, നിങ്ങൾക്ക് പേര് എഴുതാൻ പറ്റുമോ, എഴുതാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രശ്നത്തില്ല, നിങ്ങളപ്പോൾ ഇവിടെ എന്തായി, ഒരു സ്ട്രെയിൻ, ഒരു സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനെയാണ് റോൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നമ്മൾ എവരിഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് മച്ച് മോർ കോംപ്ലക്സ് ആയ ഡിലമ്മയിലേക്ക് നമ്മൾ വരും. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ റോൾ പ്ലേ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മളിതിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, നമ്മൾ ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ റോളിന് നമ്മൾ എന്ത് ചെയ്യും, പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ ഇതിനെ റോൾ കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്തും. എന്നുവെച്ചാൽ പർട്ടിക്കുലർ റോളുകൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്കിംഗ് വുമൻ. അപ്പോൾ ആസ് എ വർക്കിംഗ് വിമൻ അവരെന്താണ്, അവരെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തോട് റെസ്പോൺസിബിൾ. അവർക്ക് നിങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടി, നിങ്ങൾക്ക് കുട്ടിയുണ്ട് എന്ന് കരുതി മാറ്റി വെക്കാൻ പറ്റില്ല, നിങ്ങളത് ചെയ്ത് തീർത്തേ പറ്റൂ. അപ്പോൾ അതൊന്ന്. അതേസമയം നിങ്ങൾക്ക് കുട്ടിയുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി ഉണ്ടെന്ന് കരുതിയിട്ട് കുട്ടീനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, അതും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമാകും അവിടെ. അപ്പോൾ ഇതിന്റെ പരിഹാരം എന്താണെന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്താം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്ഥാപനത്തിൽ ചെയ്യേണ്ട ജോലി കൃത്യമായി അവിടെ ചെയ്തിട്ട് വന്നാൽ വീട്ടിൽ എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യൂ, നിങ്ങൾ അവിടെ ചെയ്യേണ്ട റോള് നിങ്ങൾ കൃത്യമായി അവിടെ ചെയ്യുക, വീട്ടിൽ വന്ന് നിങ്ങൾ ചെയ്യേണ്ട റോൾ ഇവിടെ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, റോൾ കമ്പാർട്ട്മെന്റലൈസേഷനായി. അല്ലെങ്കിൽ റോള് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾ ഏത് റോളിന് പ്രയോറിറ്റി കൊടുക്കും. നിങ്ങൾ അമ്മ എന്ന റോളിന് കൊടുക്കുമോ അതോ നിങ്ങളുടെ വർക്കർ അല്ലെങ്കിൽ എംപ്ലോയി എന്ന റോളിന് കൊടുക്കുമോ? റോൾ പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ റോൾ സ്ട്രെയിൻ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന റോൾ സ്ട്രെയിൻ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ കൂടെ ആകുമ്പം തീർന്നു. അടുത്ത ചാപ്റ്റർ നോക്കാം.